കൂട്ടുകാരെ, നിങ്ങൾക്ക് കഥ കേൾക്കാൻ ഇഷ്ടമാണോ? എന്നാൽ ഞാൻ കഥ പറഞ്ഞുതരാം. ഒരു കൊച്ചു രാജകുമാരി, വിശുദ്ധയായ കഥ. ആ കഥയിലെ രാജകുമാരിയുടെ പേരാണ് ഫിലോമിന. വെളുത്തിട്ട് സീക്കുന്നതാണ് തൻ്റെ പേര് പോലെ തന്നെ വെളുത്താണ് ക്രിസ്തു. അവൾ അത്രമായി ചേർത്താൽ 791 ഗ്രീസിലെ രാജാവിൻ്റെ മകളായിട്ടാണ് ഫിലോമിന അയച്ചത്. നാളത്തെ കാത്തിരിപ്പിനും പ്രാർത്ഥനയ്ക്ക് ശേഷം രാജാവിനെ നോക്കി ദൈവിക സമ്മാനമായിരുന്നു ഫിലോമിന. അതുപോലെ തന്നെ കുഞ്ഞു ഫിലോമിനെ അമ്മ ദൈവസ്നേഹത്തിലും പാത്തിനേലും വളർത്തിയെടുക്കാൻ അമ്മ പ്രത്യേക താല്പര്യം കാണിക്കും. താനാണ് ക്രിസ്തു ജീവനുള്ള ശയിക്കും. അങ്ങനെ ആയിരിക്കും ഫിലോമിനെ കുടുംബം റോമിലേക്ക് ക്ഷയിക്കപ്പെട്ടു. 2 രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിനുള്ള മുന്നാഗമനമായിരുന്നു ഈ യാത്ര. ചക്രവർത്തി സസ്യയ്ക്ക് ക്ഷയിക്കപ്പെട്ടു. അയാൾ കണ്ടുപോയത് ചക്രവർത്തി ആകർഷനായി. കാരണം അതീവ സുന്ദരിയും ആകർഷനായ പെരുമാറ്റ രീതിയുള്ളതായിരുന്നു. എങ്ങനെ സ്വന്തമാക്കിയ ചക്രവർത്തി അതിനുവേണ്ടി ഒരു സമ്മാനാട് ഉടമ്പടി മുന്നോട്ട് വെച്ചു. ആ സമ്മാനാട് ഉടമ്പടിയായിരുന്നു അയാളെ വിവാഹം കഴിക്കുന്നത്. അവരുടെ മാതാപിതാക്കൾ സമ്മതം മൂല്യങ്ങളും ക്രിസ്തുവിന് മാത്രമേ പറഞ്ഞാൽ സ്വീകരിക്കുന്നതും തർപ്പിച്ചു പറഞ്ഞു. ആ കാലഘട്ടം ക്രിസ്തുവിനെ സ്വീകരിക്കുന്നത് ഭയങ്കര കുറ്റകരമായ പ്രകൃതമായിരുന്നു. അതുകൊണ്ട് അവളെ തറവാടിൽ ഇറക്കി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ചക്രവർത്തി പിന്നെയും ചോദിച്ചു, ഇപ്പോൾ വിവാഹം കഴിക്കാൻ തയ്യാറാണോ? പക്ഷേ തൻ്റെ തീരുമാനത്തിൽ ഓർത്തിരുന്നു. ഇങ്ങനെ എല്ലാ പീഡനങ്ങളും സഹിക്കേണ്ടി വന്നു. പക്ഷേ ഈ സമയത്തെല്ലാം മാലാഖമാരെ സന്ധിച്ചു വന്നു. വെള്ള തുണിക്കെട്ടിട്ടുള്ള ചവിട്ടിയും കൊണ്ട് അടിച്ചു. അൽഫറെന്ന് പറയട്ടെ സ്വർത്തിന്ന് മായാകയുടെ മുറുകേട്ടാലും പൊട്ടിക്കൊടുത്തു. കടയിൽ കെട്ടിത്താത്തി മാളകുമാർ രസിച്ചു. അതിനുശേഷം അമ്പ ചെയ്തു അയച്ചിലേക്ക് മണങ്ങിപ്പോയി. ഇങ്ങനെ എല്ലാ പീഡനങ്ങൾക്കും ശേഷം അയാളെ ശിരസ് മുറിച്ചു വരച്ചു. ഇതെല്ലാം തൻ്റെ ഈശോയ്ക്ക് വേണ്ടി സഹായിച്ചു. കാരണം അവൾക്ക് ഈശോയെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പോൾ കൂട്ടുകാരെ, ഇവിടെ 13 വയസ്സ് മാത്രമുള്ള ഫിലോമിന ഈശോയ്ക്ക് വേണ്ടി ജീവിച്ചു മറിച്ചോളെ നമ്മൾ കൊച്ചു ചെയ്തോ ഈശോയ്ക്ക് ആശാക്കാം. ഈശോ കേൾക്കട്ടെ. നന്ദി. ജയ് ക്രൈസ്റ്റ്.